ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതേപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. സ്ഥലങ്ങളിലും പല രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ചെയ്തെടുക്കാറുണ്ട്. ചിലർ നല്ല ലൂസാക്കിയാണ് മാമ്പഴ പുളിശ്ശേരി ചെയ്യുക. നമ്മളിവിടെ നല്ല നാടൻ രീതിയിൽ കുറച്ച് കട്ടിയാക്കിയിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ചെയ്തെടുത്തിരിക്കുന്നത്. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുഞ്ഞു മാമ്പഴങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ മാമ്പഴത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും 7-8 പച്ചമുളകും 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു അര മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ജീരകവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ച് ഇതേപോലെ മാറ്റി വയ്ക്കാം. ഇനി പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് വേണ്ടത്. 1 കപ്പ് തൈര് നമ്മൾ കട്ടയെല്ലാം ഉടച്ച് മാറ്റി വയ്ക്കാം. മാമ്പഴമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ച് ആവശ്യത്തിന് വറ്റൽമുളകും ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഈ ഒരു വറവ് നമ്മുടെ റെഡിയായിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.